ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. ഇനി നമുക്ക് ഹാപ്പി ന്യൂ ഇയർ ആണ് അല്ലേ? നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് വരികയാണ്. 2026 നമ്മൾ പോകുന്നത്. 2026 പോകുമ്പോൾ കൂടെ തന്നെ നമ്മളുടെ കൂടെ ഉള്ളത് ആരൊക്കെയാണ്? നമ്മളുടെ ഒരുപാട് എക്സാംസ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട്. 10th +2 ഒരുപാട് എക്സാംസ് 2026 നടക്കാൻ പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി ഇത് കഴിഞ്ഞു. ഇനി നമ്മളുടെ സമയമാണ് 2026 ഓർക്കാം. നാളെ നമ്മളുടെ ഒരു റെസൊല്യൂഷൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഇനി എനിക്ക് പഠിക്കാൻ പറ്റും, ഇത്ര ടൈം ഞാൻ പഠിച്ചിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിച്ച് തന്നെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ 2026 പുതിയ എക്സാമുകൾ, നമ്മുടെ എക്സാംസ് ഒക്കെ വരികയാണ്. അതിനെ കൂടെ തന്നെ വരാൻ പോകുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ബെവ്കോ LDC എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് മിസ് എങ്ങനെ പഠിക്കണം, നമുക്ക് എങ്ങനെയൊക്കെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ബെവ്കോ LDC എന്ന് പറയാൻ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ലാഭകരമായി പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ ബെവ്കോ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ആഗ്രഹമാണ് ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാന്നുള്ളത് അല്ലേ? അപ്പൊ ഇത് നമ്മളുടെ വരുന്നത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിലാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സുള്ളതും 36 വയസ്സാണ്. അതോടെ ക്വാളിഫിക്കേഷൻ വരുന്നത് SLC ഇക്വലൻ്റായിട്ട് വരുന്ന ഇതാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് വരുന്നത്. പിന്നെ നമ്മളുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2024 റാങ്ക് ലിസ്റ്റ് വന്നത്. അത് 2027 വരെയും അതിന്റെ കാലാവധി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2026 എന്താണ് നമുക്ക് എക്സാം നടത്തി കഴിഞ്ഞ് നമുക്ക് 2027 നമുക്ക് 6/2/2027 ആകുമ്പോഴേക്കും നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് നമുക്ക് വരണം. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് അടുത്ത വർഷം എന്ന് പറയുന്നത് നമ്മുടെ ബെവ്കോ LDCയിൽ ഒരു ചാൻസും കൂടി നമുക്ക് മെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റേറ്റ് വൈഡ് സെലക്ഷൻ ആണ്. ഇതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ്. നമുക്കിത് രണ്ടും കൂടി തന്നെ വരുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള ഫാക്ടർ ബെവ്കോ LDC അല്ലെങ്കിൽ ബെവ്കോയിൽ ജോലി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല രീതിയിലുള്ള നമുക്ക് അലവൻസുകൾ വരുന്നുണ്ട്. DA വരുന്നുണ്ട്, HRA വരുന്നുണ്ട്, അതുപോലെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, അതർ അലവൻസ്, അതുപോലെ ബോണസ്. എന്താണ് ബോണസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ആ ഒരു ഇതിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടോ അതിനൊരു പെർസെൻറ്റേജ് എംപ്ലോയീസിനും കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ന്യൂസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളുടെ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ നല്ല ബെനിഫിറ്റ് ആയിരുന്നു ഈ പ്രാവശ്യം നമ്മളുടെ ബെവ്കോയ്ക്ക് നല്ലൊരു തരം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എംപ്ലോയീസിനും അതനുസരിച്ചുള്ള ഒരു ബോണസും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. വേറെ ഒരു മേഖലയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബോണസ് കിട്ടുന്നില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊരു അലവൻസ് ആയിട്ടേ കൂട്ടുന്നുള്ളൂ. പക്ഷെ ബെവ്കോയിൽ അങ്ങനെയല്ല, നല്ല രീതിയിലുള്ള ഒരു ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ്. നമ്മുടെ സാലറി കൂടാതെ നമുക്ക് ഈ ഒരു ബോണസ് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അല്ലെ? നമുക്കൊരു കാര്യം കാണാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ബോണസ് നമുക്ക് എപ്പോഴും നല്ലൊരു കാര്യമാണ്. കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ആണ്. കുറച്ചും കൂടെ നമുക്ക് അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും സാലറിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബോണസ് കിട്ടുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു മേഖലയാണ് നമ്മുടെ ബെവ്കോ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 കാഷ്വൽ ലീവ് വരുന്നുണ്ട്, അതുപോലെ 12 സിക്ക് ലീവ്. പിന്നെ ഇലക്ഷൻ ഡേയുടെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ലീവ് ഉണ്ട്. അതുപോലെ എല്ലാ മാസവും ആദ്യത്തെ ദിവസം അല്ലെ, ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് അവധിയായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഗാന്ധി ജയന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരെ നമുക്ക് ലീവ് ആയിരിക്കും. ബാക്കി എല്ലാ ഹോൾഡേഴ്സും കിട്ടണമെന്നില്ല. പക്ഷെ നമ്മുടെ ഈ പറയുന്ന ഗാന്ധി ജയന്തി അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്കത് കിട്ടും. ബാക്കിയുള്ളതൊന്നും കിട്ടാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മെയിൻ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എല്ലാ മാസം നമുക്ക് 1-ാം തീയതി നമുക്ക് വരുന്നുണ്ട്. പിന്നെ കാഷ്വൽ ലീവും സിക്ക് ലീവും ഒക്കെ വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ 10 മണി തുടങ്ങി 9 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം അല്ലെ? നമ്മുടെ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്ത് വരുമ്പോഴേക്കും 9 മണിയാകും എങ്ങനെ വന്നാലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും എല്ലാ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ 10 മണി 5 മണി വരെ അല്ലേ, പിന്നെ 10 മണി 9 മണി വരെ വർക്ക് ചെയ്യണമെന്ന് ഓർക്കും. പക്ഷെ നമുക്കൊരു എക്സ്ട്രാ നമുക്ക് എത്ര നേരം നമ്മൾ വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഓവർ ടൈം അവിടെ വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് അവര് തരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആണ്. നമ്മൾ കുറെ സമയങ്ങൾ നമ്മളിപ്പോൾ ആവശ്യമില്ലാതെ കളയാണെങ്കിൽ പോലും ഈ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ്. അത്രയും കൂടുതൽ നമുക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾക്ക് നല്ലൊരു കാര്യമാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെവ്കോ ഒരു നല്ലൊരു അവസരമാണ്. ഇതുപോലെ ബോണസ് കിട്ടാനും അതുപോലെ OT എടുത്ത് നമുക്ക് വർക്ക് ചെയ്യാനും എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് പൈസ കിട്ടുന്ന ഒരു മേഖലയാണ് ബെവ്കോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രൊമോഷൻ സാധ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ LDC അതായത് നമ്മുടെ LD ഇതായിട്ടാണ് നമുക്ക് കയറുന്നത്. പിന്നെ UDC ആവും. പിന്നെ സീനിയർ അസിസ്റ്റന്റ്. അതിന് നടുക്ക് നമുക്ക് ഒരു അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ പുതിയ റെഗുലേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കളഞ്ഞു. ഇപ്പൊ നമ്മളുടെ സീനിയർ അസിസ്റ്റന്റ് ആണ്. അതിനുശേഷം അസിസ്റ്റന്റ് മാനേജർ, റീജിയണൽ,
നമ്മൾ മാനേജർ, അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു പ്രൊമോഷൻ സാധ്യതകൾ വരുന്നത്. പ്രൊമോഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സാലറിയിൽ നല്ല 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 എന്താണ് ഹൈക്ക് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയാന്ന് വെച്ചാൽ ഹൗ ടു ക്രാക്ക്, എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ് മിസ് മെയിൻ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇലിജിബിൾ അസിസ്റ്റന്റ് വിളിച്ചു, ഇപ്പൊ ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസ് ഏതാണ് SBCID, CAT, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെ, എക്സൈസ് ഇൻസ്പെക്ടർ, ഇതെല്ലാം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ആണ്. ഇത് പഠിക്കുന്നവർക്കാണെങ്കിൽ പോലും ഈ ബെബ്കോ LDC പറഞ്ഞാൽ നിസ്സാരമായിട്ട് നമുക്ക് എന്താണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ പറയുന്ന നമ്മളുടെ മാർച്ചോ മെയിലോ ഇലക്ഷൻ ടൈം ആണ്, അറിയില്ല, എന്നിരുന്നാൽ പോലും മെയ് ആകാനാണ് സാധ്യത. ഇനി എന്തായാലും SBCIDക്ക് വേണ്ടി വേറൊരു എക്സാം ഡേറ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. ഒരുമിച്ച് എല്ലാം കൂടി നമുക്ക് ഒറ്റ പ്രിലിംസിലായിരിക്കും വരിക. അപ്പൊ അത്രയും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ല രീതിയിൽ പഠിക്കണം. അപ്പൊ എങ്ങനെ വന്നാലും നമ്മൾ അതിനുവേണ്ടി പഠിക്കുമ്പോൾ എന്താണ് ഓൾമോസ്റ്റ് നമ്മൾ ഈ പറയുന്ന ബെബ്കോ ആണെങ്കിലും ബാക്കി ഏത് എക്സാമിനാണെങ്കിലും നമുക്കത് ക്വാളിഫൈ ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കും അല്ലേ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബെബ്കോ LDC നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടില്ല. അതിനു മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡെയിലി മിസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡെയിലി 2 മണിക്കൂർ സ്റ്റാർട്ടിങ് ടൈം ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി 2 മണിക്കൂർ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു ബെബ്കോ LDC മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ടെൻഷൻ ഒന്നും അടിക്കണ്ട, എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, സമയം ഉണ്ടാകുമെന്ന് ഓർത്തോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നമുക്ക് നെക്സ്റ്റ് ഇയറിൽ എന്തായാലും വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 മണിക്കൂറും 24 മണിക്കൂർ നമ്മൾ ഈ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് 2 മണിക്കൂർ എന്തായാലും സ്പെൻഡ് ചെയ്യാനുണ്ടാവും. ഇവ നമ്മൾ ഫോൺ നോക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു 2 മണിക്കൂർ പഠിക്കാം. അതും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാം, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാം അല്ലെ, നമുക്കൊരു 100 or 50 ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റാം, നല്ലതല്ലേ. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്യാനും കൂടി ശ്രമിക്കാം. അതാണ് PYQ. അതല്ല മോക്ക് ടെസ്റ്റ്, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. 2 മണിക്കൂറിൽ 2 മണിക്കൂർ ഓരോ വിഷയങ്ങളും, ഇപ്പോൾ നമ്മൾ മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയും ജോഗ്രഫി എടുക്കുക, 2 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സബ്ജക്ട് ഡിവൈഡ് ചെയ്ത് ആ 2 മണിക്കൂർ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ ഈ 2 മണിക്കൂർ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് എന്താണ്, നമുക്കറിയാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷൻ മുന്നേ തന്നെ പഠിച്ചു വെച്ചു. 6 മണിക്കൂർ പഠിക്കേണ്ട ആവശ്യം നമുക്ക് പിന്നെ വരുന്നുള്ളൂ അല്ലേ. കാരണം ഓൾറെഡി എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും മിക്ക നമ്മൾ പഠിച്ചു, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 6 മണിക്കൂർ നമ്മൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫോളോ സിംഗിൾ സോഴ്സ്, ഏതെങ്കിലും ഒരു ബുക്കോ ഒരു റാങ്ക് ഫയലോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. SCERT NCERT പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. എപ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈവൻ നിങ്ങൾക്കത് പറ്റിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റാങ്ക് ഫയൽ പഠിക്കാതെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഷോർട്ട് നോട്ട്സുകൾ അല്ലേ, കുഞ്ഞു ഷോർട്ട് നോട്ട്സുകൾ എഴുതാം. അതുപോലെ സീരിയസ് ടെസ്റ്റ് എന്നുകൊണ്ട് മിസ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു ടോപ്പിക് എടുത്തു, ഹിസ്റ്ററിയുടെ ഒരു ടോപ്പിക് എടുത്തു, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സയൻസിൻ്റെ ടോപ്പിക് എടുത്ത് വെച്ചാൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സീരീസ് ടെസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പം നമ്മളുടെ ആപ്പുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിന്റ് PSC ആപ്പുകളിലാണെങ്കിൽ പോലും എന്താണ് നമ്മളുടെ ഓരോ സബ്ജക്ട്, ഇപ്പം നമ്മുടെ എന്താണ് സയൻസിലാണെങ്കിൽ പോലും നമ്മൾ എന്താണ് ഗ്ലാൻഡ് അല്ലെ, അഡ്ര ഗ്ലാൻഡ്, ഇപ്പം അല്ലെങ്കിൽ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചിട്ടാണെന്നാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാത്ത ഉണ്ടാകും. അപ്പം ആ പഠിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ ഷോർട്ട് നോട്ടായിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾ എഴുതി വെക്കാനും കൂടി ശ്രമിക്കുക. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് സീരീസ് ടെസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് PYQ മോക്ക് ടെസ്റ്റ് ടൈം ടേബിൾ, പിന്നെ അതുപോലെ 2 മണിക്കൂറെങ്കിലും ഇപ്പം തുടങ്ങി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു 6 മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ എന്താണ് ഒരു സിംഗിൾ സോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ ഷോർട്ട് നോട്ട്സ് എഴുതുക. അതുപോലെ സീരീസ് ടെസ്റ്റ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ എന്താണ്, നമ്മളുടെ മെയിനായിട്ട് നമുക്ക് നല്ലൊരു ഫോക്കസ് വേണം. എക്സാം ഇങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും, ഇങ്ങനെ ടൈം ടേബിൾ എനിക്ക് ആവശ്യമാണ് അല്ലേ. അപ്പം അതിനെല്ലാം വേണ്ടിയിട്ട് PSC നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ന്യൂ ഇയറിനോടനുബന്ധിച്ച് 26% എല്ലാ കോഴ്സുകൾക്കും എന്താണ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് 1-ാം തീയതി വരെയാണ് നമ്മളുടെ ഈ ഒരു ഇത് വരുന്നത്, നമ്മളുടെ ഓഫർ വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ 2026 എന്ന് പറയുന്നത് നമ്മളുടെ വർഷമാണ്. നമ്മൾ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത വർഷമായിരിക്കണം എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം.
എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഏത് വർഷമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ ചോദിച്ചാൽ 2026 ഞാൻ എക്സാം എഴുതി പാസ്സായത് എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി നിങ്ങളുടെ ഭാഗത്ത് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പറയുന്ന നല്ല രീതിയിൽ പഠിക്കുക. അത് നമ്മുടെ മിൻ PSCയുടെ ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ഈ കോഴ്സുകൾ എടുക്കുക, ജോയിൻ ചെയ്യുക കേട്ടോ. എല്ലാവരും 26% ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ അവൈലബിൾ ആയിരിക്കും. അഥവാ നിങ്ങൾക്ക് മിൻ PSCയുടെ എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് മിൻ PSC എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസും ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ന്യൂ ഇയർ. പഠിക്കാം, പുതിയ വർഷമാണ്, നമ്മളുടെ വർഷമാണ്, നമുക്ക് വേണ്ടി മാത്രമുള്ള വർഷമാണ്, നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഓൾ.